ഷെഫ് റൂമിൻ്റെ പുതിയ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു തക്കാളി പൊരിയലാണ്. അപ്പോൾ നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്ന തക്കാളി പൊരിയിൽ തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ഓയിൽ മാത്രമേ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അതിലേക്ക് നമ്മൾ ഒരു 15 പീസോളം ചെറുള്ളി കട്ട് ചെയ്യാതെ മുഴുവനോട് തന്നെ ഇടാണ്. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഒരു പകുതി എടുത്ത് കട്ട് ചെയ്തത് ചോപ്പായിട്ടുള്ള നമ്മൾ അതിലേക്ക് ഇട്ടു. ഇനി ഇതിലേക്ക് 4 തക്കാളിയോളം മീഡിയം വലിപ്പമുള്ളത് വളരെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. സാമ്പാറിനെ കട്ട് ചെയ്യുന്ന പോലെ തക്കാളി കട്ട് ചെയ്തിട്ട് അതേപോലെ ഇട്ട് കൊടുത്തു. ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് ഏകദേശം ഒന്ന് ഇതായിട്ട് വരുമ്പോൾ അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തു. ഒരു 1/4 ടേബിൾ സ്പൂണിൽ ഉപ്പ് ഇട്ട് കൊടുത്തു. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഇത് ശരിക്കും കുക്കായിട്ട് വരുമ്പോഴാണ് നമ്മളിതിലേക്ക് മസാല ചേർക്കുന്നുള്ളൂ. ഒരല്പം കൂടി വെള്ളം നമ്മൾ തുറന്ന് വെച്ച് ബോയിൽ ചെയ്യുന്നതുകൊണ്ട് അല്പം കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും വെള്ളത്തിൻ്റെ അളവ് കൂടില്ല. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് മസാലകൾ 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഇത്രയാണ് നമ്മൾ ആകെ ചേർക്കുന്ന മസാല. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ചെറുപുള്ളി കട്ട് ചെയ്തിട്ട് ഇടാം. ഇതിപ്പോൾ ഈ ഒരു ഭംഗിക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറുപുള്ളി ഇടാം. അപ്പോൾ നമ്മുടെ തക്കാളി പൊരിയലിൻ്റെ ആദ്യ ഘട്ടം കഴിഞ്ഞു. ഇനി നമ്മളിതിൻ്റെ കടുക് താളിക്കാനായിട്ട് അല്പം ഓയിൽ കൂട്ടിയെടുക്കുക. ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിലിലേക്ക് ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം കടുക് ഇട്ട് കൊടുത്തു. അത്രയും തന്നെ ഉഴുന്നിട്ട് കൊടുത്തു. നമ്മൾ പൊട്ടി വരുമ്പോൾ അതിലേക്ക് അല്പം ചെറുപുള്ളി അല്ലെങ്കിൽ സവോള വളരെ നൈസായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. അത് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുത്തു. നല്ല രീതിയിൽ മിക്സ് ചെയ്തു. ഈ താളിപ്പാണ് എൻ്റെ ശരിക്കുള്ള ടേസ്റ്റ്. ഇതിലേക്ക് ഒരു നുള്ള് കാശ്മീരി ചില്ലിപ്പൊടി, ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയിൽ അതിൻ്റെ ഗ്ലേസിങ്ങോട് കൂടി കിടക്കും. ഇനി നമ്മളിപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തക്കാളി പൊരിയലിൻ്റെ മുകളിലേക്ക് ഈ താളിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും തിളപ്പിക്കാം. നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോൻ്റെ ലുക്കിന് വേണ്ടി ഒന്നും കൂടി ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. നല്ല ഗ്ലേസിങ്ങിൽ തന്നെ ഇത് കിടക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ്. ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ഇഡ്ലിയുടെ കൂടെ, ദോശയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഇത് നമ്മൾ ചെറുപുള്ളി നമ്മൾ കട്ട് ചെയ്യാനായിട്ടിരിക്കുന്നത്. നമുക്കിത് വേണമെങ്കിൽ പേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റ്. പുളിയും എരിവും എല്ലാം ചേർന്ന് നല്ലൊരു ഇതാണിത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക.